നാടൻ പാട്ട് ജനകീയമാക്കിയ നടൻ കലാഭവൻ മണിയുടെ ഓർമ്മകളിൽ ഊർജം തേടി അവരെത്തി. ചാനത്തുനാട് കലാഭവൻ മണി ഒരുക്കിയ സാംസ്കാരിക കേന്ദ്രമായ കലാഗ്രഹത്തിന് മുന്നിലെ മണിശില്പത്തിന്റെ കാൽച്ചൂട്ടിലിരുന്ന് അവർ കളമെഴുത്തുപാട്ട് തകർത്തുപാടി. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നാടൻ പാട്ട് കലാകാരൻ മണിയുടെ കലാഗ്രഹത്തിലെത്തിയത്. നാടൻ പാട്ട് മത്സരത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ സ്കൂൾ ടീം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും മുമ്പേ ഊർജവും അനുഗ്രഹവും തേടിയാണ് കലാഗ്രഹത്തിലെത്തിയത്. മണിയുടെ അച്ഛൻ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മണി ഓടിച്ച ഓട്ടോറിക്ഷയും കാളവണ്ടിയും മണി സ്മരണകൾ ഉണർത്തി. 2013 പിണറായി വിജയനാണ് കലാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. മണിയെ തേടിയെത്തിയ വിദ്യാർത്ഥികളെ മണിയുടെ അനുജൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ സ്വീകരിച്ചു. ജീവതാളവും ആത്മാവും അറിഞ്ഞാണ് മണിച്ചേട്ടൻ പാടിയതെന്നും അതുപോലെ പാടണമെന്നും രാമകൃഷ്ണൻ ഉപദേശം നൽകി. ചിലർ വരുന്നുണ്ട്, അവരുടെ പാട്ടുകൾ എടുത്ത് മണിച്ചേട്ടൻ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് ശരിയല്ല. അവരെ പാട്ടുകൾ തന്നെയാണ്, പക്ഷേ അവരെ പാട്ടുകൾ ആര് എഴുതിയ പാട്ടാണെന്നുള്ളത് ആ കാസറ്റിൻ്റെ പുറത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ പ്രൊഡ്യൂസേഴ്സ് അതിന് പൈസ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ് മണിച്ചേട്ടൻ അറിയാലോ, എല്ലാവരും കൈകഴിഞ്ഞ് സഹായിക്കുന്ന ഒരാളാണ്. അതൊക്കെ പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള കുറേ വിവാദങ്ങളിലേക്കുള്ള പോക്കായിരുന്നു. അതൊന്നുമല്ല, എങ്ങനെയായാലും മണിച്ചേട്ടൻ ഒരുപാട് നല്ല ആൾക്കാർക്ക് ഇപ്പം മണിച്ചേട്ടൻ്റെ നാവിലൂടെ അവർ ഏത് മ്യൂസിക് ഉണ്ടാക്കി കൊണ്ടാലും ഒരു പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ മണിച്ചേട്ടനെ അറിയാം അത് ഏത് റിതം അതിന് ചേരും, ഏത് താളഗതിയാണ് അതിൻ്റെ ഫോളോ ചെയ്യാന്നതൊക്കെ ആൾക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മണിച്ചേട്ടൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിലുപരി അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആൾ പാടുന്ന ആളുടെ പിച്ച്, ആളുടെ ടോൺ, അതൊക്കെയാണ് മറ്റുള്ള നാടൻ പാട്ടുകാരിൽ നിന്നൊക്കെ. ഒരുപാട് നാടൻ പാട്ടുകാരോട് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലേക്കൊന്നും സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ പറ്റില്ല. അവർ സാന്ദ്ര സജീവ്, പാർവതി പാലയൂർ, ദിയ ദീപക് നായർ, വൈഗ ആർദാസ്, അമൃത, രമേശ്, ഹേമന്ത്, സുരേഷ്, KM ദേവകൃഷ്ണ എന്നിവരുടെ സംഘമാണ് കലാഗ്രഹത്തിൽ എത്തിയത്.